അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗിന്റെ പാർട്ട് 2 ആണ്. ഞാൻ ബുക്കും ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്, ബാഗ് മാത്രം വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ബാഗ് വാങ്ങിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എനിക്ക് എന്റെ ചേട്ടനും ബാഗ് വാങ്ങിക്കുന്നുണ്ട്, കുട വാങ്ങിക്കുമെന്നൊന്നും അറിയില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പൊ ഞങ്ങളുടെ പോണ വരിക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിക്കാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് കേട്ടോ. അപ്പൊ ഞാനും എന്റെ ചേട്ടനും ബിരിയാണിയാണ് പറഞ്ഞത്, അമ്മയും അച്ഛനും പൊറോട്ടയാണ്. അപ്പൊ അങ്ങനെ എന്റെ ചേട്ടന്റെ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ 4 ലെഗ് പീസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ ബാഗ് വാങ്ങിക്കാൻ പോവാണ്. പോണ വരിക്കാണ് നല്ലൊരു സീനറി കണ്ടു നോക്കിയ ആകാശവും പാടമൊക്കെ കാണും, നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങൾ പോണത് കോട്ടാറ്റം ഉള്ളത് വർഗീസേട്ടന്റെ ബാഗ് കട എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് പോണത്. അപ്പൊ ഇതാണ് കേട്ടോ ഷോപ്പ്. ഇവിടെ അടിപൊളി ബ്രാൻഡഡ് ബാഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കാണും കുറെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയ ബാഗ് തൂങ്ങിയെടുക്കുന്നുണ്ട്. കേറുമ്പോ തന്നെ കുറെ അടിപൊളി ബാഗുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കുടകളുണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഷോപ്പിന്റെ ഉൾഭാഗമാണ്. എവിടെ നോക്കിയാലും ബാഗുകളാണ്. ഗൈസ് ഇത് നല്ല അടിപൊളിയല്ലേ, 3D സൈസുള്ള ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ. ഞാൻ ചെന്നപ്പോ എന്നെ ചോദിച്ചത് ജീനിയുടെ ബ്രാൻഡ് ബാഗാണ് ചോദിച്ചേ. അപ്പൊ ഇവിടെ അത് കുറെ കളറുള്ളത് ഉണ്ടായിരുന്നു. ഗൈസ് എനിക്ക് ഈ കളറും ഇങ്ങനെ പർപ്പിൾ കളറുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അമ്മ അത് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. ഈ മഴക്കാലമായിട്ടും പിന്നെ അത് ചെളിയൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പൊ ഞാനും എൻ്റെ ചേട്ടനും ലൈറ്റ് ആയിട്ടുള്ള കളറാണ് നോക്കണേ. എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോൾ എടുക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സ്കൂൾ ബാഗ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ഇന്റർനാഷണൽ വലിയ ട്രിപ്പൊക്കെ പോകുമ്പോൾ വലിയൊരു ലഗേജ് ബാഗൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കിഡ്സിന് പറ്റിയ ലഗേജ് ബാഗൊക്കെ ഉണ്ട്. ഗൈസ് ഇത് നോക്കി നല്ല ക്യൂട്ടായിട്ടില്ല. ഇത് ഞാൻ കണ്ടപ്പോ വീഡിയോ എടുത്തതാണ്. ഗൈസ് ഇതൊക്കെ വളരെ കിഡ്സിന് പറ്റിയ ഒരു ട്രോളി ബാഗാണ്. പിന്നെ ഇവിടെ അമ്മമാർക്ക് പറ്റിയ പേഴ്സും ഹാൻഡ് ബാഗും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പേഴ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ സ്റ്റേഷനറി ആയിട്ടുള്ളത് പൗച്ചും പെൻസിൽ ബോക്സ് ആണ്. അപ്പൊ ബാഗൊക്കെ വാങ്ങിച്ചത് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഏത് ബാഗ് വാങ്ങിച്ചതെന്ന്. അങ്ങനെ ബാഗൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ ബാഗൊക്കെ വാങ്ങിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാഗ് ഞാൻ കാണിച്ചു തരാം. ഇതെന്റെ ചേട്ടന്റെ ബാഗാണ്, എമ്മി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. ഞാൻ മുമ്പേ പറയാൻ ഞങ്ങൾ വലിയ കളർഫുൾ ആയിട്ടുള്ള ബാഗെല്ലാം വാങ്ങിച്ചാണ്. അപ്പൊ ഞാൻ കുറച്ച് അത്യാവശ്യം കളിയുണ്ട്. 2 ബാഗിൽ നല്ല കളിയുണ്ട്. പിന്നെ സ്പേസ് ഉണ്ട് കേട്ടോ, ബുക്ക് വേണ്ടി നല്ല സ്പേസ് ഉണ്ട്. കാണിച്ചു. ഇവിടെ ഒരു കളിയുണ്ട്. ഇതായിട്ട് കളർ, ഇത് ഗ്രേ പോലെ ഒരു കളറാണ്. പിന്നെന്തോ ഒരു ചെറിയൊരു ഉള്ളിലൊക്കെ എന്തോ ഒരു ഡിസൈൻ പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും കാണണം, എന്നാലാണ് ഡിസൈനൊക്കെ മനസ്സിലാണ്ട. ചെറിയൊരു ഡിസൈനൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ഫ്രണ്ടിലായിട്ട് ഒരു കുഞ്ഞു കള്ളി ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ 2 പേരുടെ ബാഗിൽ ഒരു ഫ്യൂച്ചർ ഉണ്ട്. ചിലതിലൊക്കെ ബാഗിലുണ്ടാവും. ഈ ബാഗിന്റെ ബാക്ക് വശത്ത് ഒരു കുഞ്ഞൊരു കള്ളി ഉണ്ട്. അതില് മഴയൊക്കെ നനയാണ്ടിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് കണ്ടത് കവർ ഉണ്ടാവും. പിന്നെ മഴയൊക്കെ കഴിയുമ്പോഴേക്കൊക്കെ ഇത് ഞങ്ങൾ എടുത്ത് മാറ്റിക്കും. അല്ലെങ്കിൽ ബുക്കിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒക്കെ വെയിറ്റ് കാരണം ഇതൊക്കെ എടുത്ത് വയ്ക്കും. കണ്ട ഇവിടെ കെട്ടുണ്ട് കേട്ടാ, കെട്ടയച്ചാൽ മതി. കുഞ്ഞൊരു കെട്ട. പിന്നെ ഞാൻ ഓട്ടോയിലാണ് പോണത്. അപ്പൊ ഇതിനൊന്നും ആവശ്യമില്ല, ഇതിൽ വെക്കാം. എന്റെ ബാഗിലുണ്ട് കേട്ടോ, അത് കാണിച്ചത്. അപ്പൊ ഈ കളി ഞാൻ കാണിച്ചത്. പിന്നെ ഇവിടെ ഒരു കളിയുണ്ട്. ഇതില് കൊറേ ഉണ്ട് കേട്ടോ. ഉള്ളിലുണ്ട്. ഉള്ളിൽ കള്ളില്ല, ഇങ്ങനെ ഒരു ഇത് കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞിതായിട്ട് കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. പെൻസിലൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 2 പെൻസിൽ വയ്ക്കാൻ പറ്റും. പെൻസിലും പാൻ എന്തെങ്കിലും വയ്ക്കാം. ഉള്ളിലത് നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ 3ാമത്തെ കളി കാണിച്ചു തരാം. 3ാമത്തെ വേണ്ട. 3ാമത്തേൽ ഉള്ളിലൊന്നുമില്ല. ഒരു ഇവിടെ ലഞ്ച് കിറ്റ് എല്ലാനൊക്കെ വെക്കാൻ പറ്റും. അടുത്തതാണ് ബുക്കൊക്കെ വെക്കാൻ പറ്റുന്ന കള്ളി.
ഇതാണ് നല്ല വലിയ സ്പേസിന്റെ. പിന്നെ ദേ ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച പേസാണ്, 2 എണ്ണം ഉണ്ട്. ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇതിനുള്ളിലും പിന്നെ ഇവിടെ ആയിട്ടൊരു ഇതുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വേറെ നോട്ട്സ് ബുക്കും ഇവിടെ ടെക്സ്റ്റ് ബുക്കും അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഉണ്ട് ഈ ഭാഗം നല്ല സ്പേസ് നോക്കി, നല്ല സ്പേസ് ഉണ്ട്. എൻ്റെ കൈ ഇവിടെ വരും. ഇതാണ് എൻ്റെ ചേട്ടൻ്റെ ബാഗ്. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ബാഗ് ആയതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇതിന് 2000 രൂപയാണ് വരുന്നത്. അച്ഛനെ അറിയണ ചേട്ടനായതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്നും ഇവിടെ നിന്നാണ് ബാഗ് വാങ്ങിക്കാറ്. പിന്നെ അതുകൊണ്ട് ഡിസ്കൗണ്ട് ഒക്കെ തന്നു. 2 ബാഗിന് നല്ല ഡിസ്കൗണ്ട് ആയിട്ട് കുറച്ച് തന്നുണ്ട്. ഇതാണ് എന്റെ ചേട്ടന്റെ ബാഗ്. ഇനി എന്റെ ബാഗ് കാണിച്ചു തരാം. എന്റെ ഇതാണ് കേട്ടോ, ജിനിയുടെ കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞു ഗേൾസ് എല്ലാവരും ഈ ബ്രാൻഡാണ് വാങ്ങിച്ചോണ്ട് കൊണ്ടുപോണേ. നിങ്ങൾ ഇങ്ങനത്തെ ബ്രാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ബാഗ് എനിക്ക് ഇതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ട് കുഞ്ഞൊരു മിനി ബാഗ് പോലെ ഉണ്ട്. നമുക്ക് ഇതിൽ കുഞ്ഞ് റബ്ബർ അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റും. വേണ്ട പിന്നെ ഇവിടെ ആയിട്ട് വേണ്ട ഇതിവിടെ നല്ല, ഇവിടെ തന്നെ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് പൗച്ചൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. പൗച്ചും ബോക്സും എല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ ഉള്ളിലൊക്കെ ഇവിടെ ഇവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇവിടെ ഇവിടെ ഉണ്ട് കൊറേ ഉണ്ട് കേട്ടാ. ശരിക്കും എന്റെ ചേട്ടൻ്റെ സ്പേസ് കൂടുതൽ എന്റെ ബാഗിലാണ്. പിന്നെ ദേപ്പുറത്ത് ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ ലഞ്ച് കിറ്റ് വിറ്റ് നോക്ക്. പിന്നെ ഇതിന്റെ ഉള്ളിലുണ്ട് ഫയൽ, കുഞ്ഞു കുഞ്ഞു ഫയല് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. എന്തോ ഹാനിപരം. ഇനി അടുത്ത ലാസ്റ്റ് കളിയാണ്. എന്ത് വലിയ ഉള്ളിൽ നോക്കുക. പിന്നെ ഇതിന്റെ ഉള്ളിലുണ്ട് ദേ ഇവിടെ ഉണ്ടോ. എനിക്ക് നല്ല അധികം വെയിറ്റ് ചെയ്ത് നോക്കണ്ട. ഇതിന് പാർട്ട് 2 കിട്ടും. അധികം വെയിറ്റ് ഇല്ല. ഇതാണ് എന്റെ ബാഗ്. ഈ ബാഗിന് MRP 3000 സംതിങ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയേക്കണത് എത്രയാ? ഏതാ ഇതാണോ? 1350 രൂപയാണ്. അപ്പൊ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച 2 ബാഗ്. പിന്നെ അമ്മ 2 പേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3250 രൂപയാണ്. പിന്നെ ആ ചേട്ടന്മാര് പറഞ്ഞു ഈ ബാഗ് വാങ്ങിച്ചത് 3 വർഷത്തിൽ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏത് ബാഗാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇനിയും ബാക്ക് ടു സ്കൂളിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇത്രയ്ക്കാണ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.